പ്രസവം എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീ കുഞ്ഞിന് ജന്മം നൽകുന്നതാണ് അല്ലേ. ബട്ട് ഇൻ യോഗിക് അല്ലെ മെഡിറ്റേറ്റീവ് ഫീൽഡിൽ പ്രതിപ്രസവം എന്നൊരു വാക്കുണ്ട്. പ്രതിപ്രസവം എന്ന് വെച്ചാൽ പ്രതികളെ പ്രസവിക്കുക എന്നല്ല, നമ്മളെ തന്നെ വീണ്ടും പ്രസവിക്കുന്നത് ഒരു പ്രക്രിയ എന്ന് വേണമെങ്കിൽ പറയാം. ഒരു മെഡിറ്റേഷൻ രീതിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുട്ടികളായിരിക്കുമ്പോൾ നമുക്ക് സംഭവിച്ചിട്ടുള്ളതിൻ്റെയും ഒക്കെ നീക്കിയിരിപ്പോൾ നമ്മുടെ ശരീരത്തിലും മനസ്സിലും ഇമോഷൻസിലും ഒക്കെ ഉണ്ടാകാം. അത് കഴിഞ്ഞ് നമ്മൾ വളർന്നു വലുതാകുന്നു, വിവാഹം കഴിക്കുന്നു, അമ്മയാകുന്നു, അമ്മുമ്മയാകുന്നു. അപ്പോഴും പ്രോസസ്സ് ചെയ്യാത്ത ഡീപ്പ് റൂട്ടഡ് ആയിട്ടുള്ള ഇമോഷൻസ് നമ്മളിലുണ്ടാകാം. ഇതിനൊക്കെ നമ്മുടെ ഒരു വാട്ടർ ടാങ്ക് കഴുകി വൃത്തിയാക്കുന്നത് പോലെ വൃത്തിയാക്കിയെടുക്കുന്ന ഒരു പ്രവൃത്തിയാണ് ഈ പ്രതിപ്രസവം എന്ന് പറയുന്നത്. പല വിധത്തിൽ നമുക്ക് മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റും. അതിൽ ഒരുപാട് തരത്തിലുള്ള മെഡിറ്റേഷൻ ഉണ്ട്. കണ്ണുപൂട്ടി ഇരിക്കുന്നത് മാത്രമല്ല മെഡിറ്റേഷൻ എന്നുള്ളതാണ്. ഞാനീ സംസാരിക്കുന്നതും എൻ്റെ മെഡിറ്റേഷനാണ്. ഈ പ്രപഞ്ചവുമായി ഒന്നായിട്ടുള്ള ജീവിതം, അതാണ് യോഗ എന്ന് പറയുന്നത്. അപ്പോൾ എന്തിനോടൊക്കെ നമ്മൾ സഹവസിക്കുന്നോ സഹകരിക്കുന്നോ അവരുമായിട്ടൊക്കെയുള്ള ഒരു ഹാർമണി നമുക്ക് ഉണ്ടാകണമെങ്കിൽ നമ്മൾ ഈക്വൽ എനർജി ആയിട്ട് മാറേണ്ടതുണ്ട്. ഇവിടെ കാണുന്ന ഈ പ്രപഞ്ചത്തിൽ കാണുന്നതെല്ലാം എനർജിയാണ്. നമ്മൾ ചെയ്യുന്നത് ഒരു മാനിപ്പുലേഷൻ മാത്രമാണ്. നമ്മുടെ എനർജിയെ മറ്റുള്ളവരുടെ എനർജിയുമായിട്ടൊക്കെ ചേർത്തും ബാലൻസ് ചെയ്തും ആ മാനിപ്പുലേഷൻ പ്രോപ്പറായിട്ട് ചെയ്യുന്നവരെല്ലാവരും ഇവിടെ വിജയിച്ചേ പോകൂ. പരാജയം അവരറിയില്ല. ലെറ്റ് us balance our energy. All right?